ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമുക്കൊരു പടവലങ്ങ തോരൻ ഉണ്ടാക്കിയാലോ? അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. പോകാം റെസിപ്പിയിലേക്ക്. അതിനുവേണ്ടി ഞാൻ കുറച്ച് പടവലങ്ങ എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ കുറച്ച് പടവലങ്ങ എടുത്തിട്ടുള്ളൂ. ഇത് ഞാൻ നീളത്തിൽ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇത് അതിനാവശ്യത്തുള്ള തേങ്ങ. ഞാൻ അതിന് ഒരു സവാള എടുത്തിട്ടുണ്ട്, കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്. ഇതിനാവശ്യത്തിലുള്ള പച്ചമുളക് ഞാൻ കീറി വെച്ചിട്ടുണ്ട്. പടവലങ്ങ കുറവായിട്ട് ഞാൻ ഇൻഗ്രീഡിയൻസ് എല്ലാം വളരെ കുറച്ചേ ഞാൻ എടുത്തിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുവാണ്. കടുക് ഇട്ട് കൊടുക്കാമേ. കടുകെല്ലാം പൊട്ടി വന്നിട്ടുണ്ട്. ഈ പച്ചമുളകും കറിവേപ്പിലയും സവാളയും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന പടവലങ്ങയോട് ഇട്ട് കൊടുക്കുവാണ്. തേങ്ങ അതും കൂടി ഇട്ട് കൊടുക്കുകയാണ്. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാമേ. ഇതിൽ ഞാൻ വെള്ളം ചേർക്കുന്നില്ല. ഇതിൽ പടവലങ്ങയിൽ വെള്ളം ഉണ്ടല്ലോ, അതുകൊണ്ട് വെള്ളം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. അതിൻ്റെ ഡീല് ഇത് ആവിയിലൊന്ന് വേവിച്ചെടുക്കുകയാണ്. അടച്ചു വെച്ച് കൊടുക്കാം. ഇനി ഇത് തുറന്ന് നോക്കി ഒന്ന് ഇളക്കി കൊടുക്കാമേ. ഇത് വെന്തിട്ടില്ല, കുറച്ചുകൂടെ ഒന്ന് വേവാനുണ്ട്. ഒന്നുകൂടെ ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാമേ. തോരനെല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യുവാണ്. ഇതിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ നമ്മുടെ പടവലങ്ങ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ പടവലങ്ങ തോരന് നല്ല ടേസ്റ്റാണ്. നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.